ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് കുട്ടനാടൻ ഏരിയകളിലുള്ള കള്ളുഷാപ്പിൽ നാടൻ കൊഞ്ചുകറി നോക്കാം. വളരെ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് നാടൻ കൊഞ്ചുകറിയാണ്. കുട്ടനാടൻ ഏരിയയിലെ ഫിഷ് കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ കറി അതിലൊരു പ്രത്യേകതയുള്ളൊരു കറിയാണ്. 1/2 കിലോ കൊഞ്ചുണ്ട്, പിന്നെ നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടാണ് വെച്ചുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. കുട്ടനാടൻ മോഡൽ കൊഞ്ച് തീയലാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവർക്കും അവിടുത്തെ കൊഞ്ച് തീയൽ ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി കൊഞ്ച് 1/2 കിലോ എടുത്ത് അതിൽ കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ ഈ ജസ്റ്റ് അവസാനം കത്തി കൊണ്ടൊന്ന് നടുകീറി ഇതിലത്തെ ഉള്ളിലത്തെ കറുത്ത ഞരമ്പൊന്ന് മാറ്റണം. അതാണ് അതിൻ്റെ ഒരു അഴുക്കുള്ളത്. അത് കളഞ്ഞില്ലെങ്കിൽ വയറുവേദനയ്ക്ക് വരും. അതിപ്പോൾ 1/2 കിലോ അങ്ങനെ വൃത്തിയാക്കിയ കൊഞ്ചുന്നത്. പിന്നെ കുടംപുളി 5-6 ചോള കുടംപുളി എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിനത്. പിന്നെ നാളികേരം ചെരിവേത് 1/2 മുറി എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 4 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ നാളികേരക്കൊത്ത് 1/4 കപ്പ്, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുറച്ച് മതി മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ 10 ചുവന്നുള്ളി കനം കുറച്ച് തൂർക്കണത്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് നാളികേരം വറുക്കാൻ നോക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നാളികേരം ചെരിവേത് 1/2 മുറി, പിന്നെ വേപ്പില കൂടി വറുത്തെടുക്കാം. ഇങ്ങനെ ഇളക്കി നിൽക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലത്തെ ബ്രൗൺ കളറാവും. അന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഉലുവ മുഴുവനോടെ ചേർക്കാൻ ഇപ്പോൾ ചേർക്കണം, ഒരു 2 മണി ചേർക്കണം. പൊടി അരച്ച് നമുക്ക് മസാലപ്പൊടിയോട് ചേർക്കണോടുകൂടി ചേർക്കണം. വെറുതെ വേപ്പലയും ഇതും കൂടിയിട്ടാണ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ വാളംപുളി ചേർക്കാന്ന് വെച്ചാലും ഈ സമയത്ത് ഇട്ടിട്ട് പുളി മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ കുടംപുളിയാണ് ചേർക്കണേ, അത് കാരണം ഇപ്പം ഇടണ്ടില്ല. ഇങ്ങനെ മൂത്ത് വരണം, ഒരേ പാകത്തിൽ മൂക്കണം. അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഒരു ബ്രൗൺ കളറാവണം. ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ അത് ആയിക്കോളും. നിറങ്ങനെ മാറി വന്നിട്ട് കണ്ട കറക്റ്റ് ഇളക്കി നിൽക്കണം. ഒരു 5 മിനിറ്റ് മതി. പെട്ടെന്നാണ് ഇനി മുരിയുക. നാളികേരം ചെരിയത് പെട്ടെന്ന് മുരിയും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ടും. ബ്രൗൺ നിറമായിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് 3ഉം കൂടി ഇളക്കി ചൂടാറുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാണ്ട് ആദ്യം നമ്മളൊന്ന് അടിച്ചെടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ചേർക്കാണ്ട് അടിക്കുന്നത് നല്ലത്. കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലോണം അരച്ചിട്ട് ഞാനിനി കൊണ്ടുവരാം. നമ്മൾ ചൂടാറിയതിന് ശേഷം നല്ലോണം മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന്, നല്ല നൈസായിട്ട് അരച്ചിട്ട് നല്ലോണം അരച്ചെടുത്തതിന് നാളികേരവും പിന്നെ ഉലുവാപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചത്. മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളം ആവശ്യത്തിന് ഗ്രേവി ചേർക്കാൻ വേണ്ടിയിട്ട് ആണിത്. നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടിയിൽ വേണം വെക്കാനായിട്ട്. കുട്ടനാട് സ്റ്റൈലിലൊക്കെ മൊത്തത്തിൽ മീൻകറി മൺചട്ടിയിലേ വെക്കുള്ളൂ. കുട്ടനാട്ടിലൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ വെക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയിലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണ വേണം ഒഴിക്കാനായിട്ട് മൺചട്ടിയിൽ. വെളിച്ചെണ്ണ നാടൻ കറിയായി കാരണം വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കാൻ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക്
ഒരു 10-15 ചുവന്നുള്ളി വട്ടത്തിൽ നുറുക്കിയത് ചേർക്കാം. അതൊന്ന് വഴന്ന് വരണം. അതിലേക്ക് നമ്മൾ നാളികേരക്കൊത്തും കൂടി ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അധികം വേണമെങ്കിൽ നമുക്ക് അധികം ചേർക്കാം. ഒന്നിങ്ങനെ വഴറ്റി വരത്താം. ഇതിലേക്ക് ഒരു കതിർപ്പ് വേപ്പിലയും കൂടി ചേർക്കാം. ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് വഴന്ന് വരുന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ചേർക്കാം. നാളികേരക്കൊത്തും ചുവന്നുള്ളിയൊക്കെ കൂടി ഒന്ന് വാടി വരണം. ചുവന്നുള്ളി ചേർക്കുന്ന കറിക്ക് ടേസ്റ്റ് കൊടുക്കുക. ചുവന്നുള്ളി നമ്മൾ എത്ര ചേർത്താൽ അത്രയും നല്ലത്, നല്ല ടേസ്റ്റ് കിട്ടും. സബോള ഒഴിവാക്കുന്നതാണ് ഈ കറിക്കൊക്കെ നല്ലത്. ഇപ്പോൾ സബോള ഒഴിവാക്കി കഴിഞ്ഞാൽ 2 ദിവസം അധികം ഇരിക്കും ചെയ്യും. ചുവന്നുള്ളിയുടെ കളർ മാറി ജസ്റ്റ് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ട് അരച്ച് വെച്ച മസാല ചേർക്കാം. നല്ല നൈസായിട്ട് അരയണം, എന്നാലും ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അതൊന്നിങ്ങനെ വഴറ്റിയെടുക്കും. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ഗ്രേവിയും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച കുടംപുളി കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരണം. അപ്പം നമുക്കൊന്ന് കുറച്ചും കൂടി നമ്മുടെ ഗ്രേവിയിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. അരച്ച് വെച്ചത് അല്ലെങ്കിൽ നല്ല മസാല കൂട്ടുന്നത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. തിളച്ചതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ച കൊഞ്ച് ചേർക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ട് ഇനി നമുക്ക് കൊഞ്ച് ചേർക്കാം. നേരത്തെ നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് തിളച്ചതിന് ശേഷം തുറന്നു വയ്ക്കാം. കൊഞ്ച് ഇതിലൊന്ന് കിടന്നൊന്ന് വേവണം. ഒരു 5 മിനിറ്റ് മതി. അല്ലെങ്കിൽ കൊഞ്ച് അധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും, നമുക്ക് കടിക്കുമ്പോൾ ഭയങ്കര കട്ടിയാവും. ഇതിൽ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേവി നമ്മുടെ ആവശ്യാനുസരിച്ച് കുറയ്ക്കുക വറ്റിക്കുകയൊക്കെ ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച കറിയിൽ ചാറ് കുറഞ്ഞിരിക്കുന്നതിന് നല്ലത്. അപ്പോഴേ കറിക്ക് ടേസ്റ്റ് കിട്ടുക. ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ട് നമുക്ക് എടുക്കാം. ചാറൊക്കെ കുറുക്കി വന്നിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പില ഇടാം. ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് തുറന്നൊക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവി വെള്ളം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കളയണം. അപ്പോൾ നമ്മുടെ കുട്ടനാട് ഏരിയയിലെ കളർഷാപ്പിലെ കൊഞ്ച് കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് വേപ്പില പൊട്ടിച്ച് ഇട്ട് അലങ്കരിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.